ബസ് ഇറങ്ങിയിട്ട് രമേശൻ ചുറ്റുമൊന്ന് നോക്കി. മാലിന്യ നദിയിൽ കണ്ണാടി നോക്കുന്നതാരോ പുള്ളിമാനോ. ഒരു പാട്ട് കേട്ടു. ചായക്കടയിൽ നിന്നാണ്. ചായക്കട കൂടാതെ ഒരു പോസ്റ്റ് ഓഫീസും ഒരു പലചരക്കടയും പിന്നെ 2 പെട്ടിക്കടയും. തീർന്നു. തനിക്ക് സ്ഥലം മാറ്റം കിട്ടിയിരിക്കുന്നത് നല്ല സ്ഥലത്തേക്കാണെന്ന് അവന് മനസ്സിലായി. പോസ്റ്റ് ഓഫീസിലെത്തി അവൻ സ്ഥലം മാറ്റ ഉത്തരവ് കാണിച്ചു. രക്ഷപ്പെട്ടു വന്ന ഭാവമാണ് അവിടെ ഇരുന്നയാൾക്ക്. താമസ സ്ഥലം എന്തെങ്കിലും കണ്ടുപിടിച്ചോ? അയാൾ ചോദിച്ചു. ഇല്ല, രമേശൻ പറഞ്ഞു. വൈകുന്നേരം ഞാൻ പോകും. ഇനി വേറെ സ്ഥലമൊന്നും തപ്പണ്ട. ഇവിടെ കിട്ടാൻ പാടാണ്, അയാൾ പറഞ്ഞു. ചായക്കടയുടെ മുകളിലാണ് അയാൾ താമസിച്ചിരുന്നത്. തടി കൊണ്ടുള്ള ചെറിയൊരു സെറ്റപ്പ്. അയാൾ താക്കോല് കൊടുത്തു. അവൻ ചായക്കടയിലേക്ക് നടന്നു. മുൻകൂട്ടി പറഞ്ഞാലേ അവിടെ ഊണ് കിട്ടുകയുള്ളൂ. എങ്കിലും പോസ്റ്റ് ഓഫീസിലെ ബുദ്ധ ജോലിക്കാരനാണെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് ചോറും കറിയും കിട്ടി. അത് അവർക്ക് വേണ്ടി വെച്ചിരുന്നാണെന്ന് തോന്നുന്നു. ഒരു പാവാടക്കാരിയാണ് ചോറും കറിയും വിളമ്പിയത്. മേക്കപ്പിൻ്റെ അലങ്കാരങ്ങളൊന്നുമില്ല. ഒരു നാടൻ പെൺകുട്ടി. അവളെ കണ്ടപ്പോൾ, ഗ്രാമം കണ്ടപ്പോൾ തോന്നിയ നിരാശയൊക്കെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുന്നത് അവനറിഞ്ഞു. അവളുടെ മുഖത്ത് വലിയ സന്തോഷമൊന്നുമില്ല. ഇത് തനിക്ക് വെച്ചിരുന്ന ചോറാണല്ലേ? അവൻ ചോദിച്ചു. അവളാണെന്നോ അല്ലെന്നോ പറഞ്ഞില്ല. പക്ഷെ അവളുടെ ചുണ്ടിലെ ചെറുപ്പുഞ്ചിരി കണ്ടപ്പോൾ അതാണ് കാര്യമെന്ന് അവന് മനസ്സിലായി. ബസ് സ്റ്റാൻഡിൽ നിന്ന് വാങ്ങിയ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് ബാഗിലുണ്ട്. അവനതെടുത്ത് അവളുടെ നേരെ നീട്ടി. ആദ്യം മടിച്ചെങ്കിലും അവൻ നിർബന്ധിച്ചപ്പോൾ അവളത് വാങ്ങി. ഞാൻ കാരണം ആരും പട്ടിണി കിടക്കുന്ന എനിക്കിഷ്ടമല്ല, അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അവൻ പറഞ്ഞു. അവൾ നാണത്തോടെ അവനെ നോക്കി. പണം കൊടുത്തപ്പോൾ നഗരത്തിലെ അപേക്ഷിച്ച തുക വളരെ കുറവാണ്. ഭക്ഷണം അവിടെ നിന്ന് കഴിക്കാമെന്ന് അവൻ തീരുമാനിച്ചു. എനിക്ക് നാളെ മുതൽ 3 നേരം ഭക്ഷണം വേണം, അവൻ പറഞ്ഞു. അയാൾക്ക് സന്തോഷമായി. കിടന്നതേ അവന് ഓർമ്മയുള്ളൂ. യാത്രാക്ഷീണം കാരണം ഉറങ്ങിപ്പോയി. പാദസരത്തിൻ്റെ കിൽക്കം കേട്ടാണ് അവൻ ഉണർന്നത്. ജനാലയിലൂടെ പാവാടക്കാരി തന്നെ നോക്കുന്നവൻ കണ്ടു. ജ്യോതി എന്നാണ് അവളുടെ പേര്. അവൾക്കൊരു ചേച്ചിയുമുണ്ട്, ആരതി. അവൻ എഴുന്നേറ്റു. എന്താടോ? അവൻ ചോദിച്ചു. 4 മണിക്ക് എന്തെങ്കിലും വേണമെന്ന് ചോദിക്കാൻ അച്ഛൻ പറഞ്ഞു, അവൾ പറഞ്ഞു. ചായയും എന്തെങ്കിലും കടിയും ആയിക്കോട്ടെ, അവൻ പറഞ്ഞു. ബിസ്ക്കറ്റിൻ്റെ ഒരു ചെറിയ തരി അവളുടെ ചുണ്ടിൽ പറ്റിയിരിക്കുന്നത് അവൻ കണ്ടു. അവൻ ചുണ്ടിലേക്ക് നോക്കുന്ന കണ്ടപ്പോൾ അവൾ നാണത്തോടെ അവനെ നോക്കി. പെണ്ണിന് തന്നെ ഇഷ്ടമായെന്ന് അവന് മനസ്സിലായി. അതുകൊണ്ട് ചുണ്ടിൽ ബിസ്ക്കറ്റിൻ്റെ തരി ഉണ്ടെന്ന് അവൻ പറഞ്ഞില്ല. ഇവിടെ വരുന്നവരെല്ലാം എങ്ങനെയെങ്കിലും പെട്ടെന്ന് സ്ഥലം മാറ്റം വാങ്ങിപ്പോകും. ചേട്ടന് ഞങ്ങളുടെ ഗ്രാമം ഇഷ്ടമായോ? അവൾ ചോദിച്ചു. ഗ്രാമം ഇഷ്ടമായില്ല, പക്ഷെ തന്നെ ഇഷ്ടമായി. ഇത് തൻ്റെ ഗ്രാമമല്ലേ, വൈകാതെ ഇഷ്ടമായിക്കൊള്ളും, അവൻ പറഞ്ഞു. അവൾ കാൽവിരലുകൾ കൊണ്ട് ചിത്രം വരയ്ക്കുന്ന അവൻ കണ്ടു. ഒരു സ്ഥലം മാറ്റത്തെപ്പറ്റിയൊന്നും ഞാനിപ്പോൾ ചിന്തിക്കുന്നതേയില്ല, അവളെ വാരി പുണരുമ്പോൾ അവൻ പറഞ്ഞു. അവനെ തള്ളി മാറ്റിയിട്ട് അവൾ പറഞ്ഞു. താഴേക്ക് ചെല്ലാൻ വൈകിയാൽ അച്ഛൻ സംശയിക്കും. അവൾ ഓടിപ്പോയി. അവൻ താഴെ എത്തിയപ്പോൾ ഹോട്ടലിൽ ആരതിയുമുണ്ട്. അവൾക്ക് ചെറിയൊരു ജോലിയുണ്ട്, അത് കഴിഞ്ഞ് വന്നതാണ്. അവൻ്റെ കയ്യിൽ തോർത്തും സോപ്പും കണ്ടപ്പോൾ അവൾ പറഞ്ഞു. ബാത്റൂം കെട്ടിടത്തിൻ്റെ പുറകിലാണ്. കുളി കഴിഞ്ഞ് അവൻ വന്ന് ചായയും കടിയും കഴിച്ചു. കുറച്ച് ആൾക്കാരൊക്കെ ചായക്കടയിൽ വരുന്നുണ്ട്. അവൻ അവരോടൊക്കെ സംസാരിച്ചു. ബോറടിച്ചപ്പോൾ അവൻ ചുറ്റും നോക്കി. ചായക്കടക്കാരൻ്റെ സൈക്കിൾ കടയുടെ മുന്നിൽ ഇരിപ്പുണ്ട്. നിങ്ങളുടെ ഗ്രാമമൊക്കെ ഞാനൊന്ന് കാണട്ടെ, ഒന്ന് കറങ്ങിയിട്ട് വരാം, അവൻ പറഞ്ഞു. പഴയ സൈക്കിളാണ്. എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. നെൽപ്പാടങ്ങളാണ് ചുറ്റും. റോഡ് ടാർ ചെയ്തിട്ടുണ്ട്, എങ്കിലും പൊട്ടിപ്പൊളിഞ്ഞാണ് കിടക്കുന്നത്. കുറച്ച് ദൂരം സൈക്കിൾ ചവിട്ടിയപ്പോൾ ജ്യോതി നടന്നു വരുന്നത് കണ്ടു. അവനെ കണ്ടപ്പോൾ അവൾ നാണത്തോടെ അവനെ നോക്കി. ഞാൻ ഡാൻസ് പഠിക്കുന്നുണ്ട്, അവൾ പറഞ്ഞു. +2 അവൾക്ക് മാർക്ക് കുറവായിരുന്നു. അതുകൊണ്ട് പ്രൈവറ്റായാണ് പഠിക്കുന്നത്. എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണം, അതാണ് അവളുടെ ആഗ്രഹമെന്ന് സംസാരിച്ചപ്പോൾ അവന് മനസ്സിലായി. എന്നോട് കൂട്ടുകൂടിയത് അതിനുവേണ്ടിയാണോ? അവൻ ചോദിച്ചു. എൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ എൻ്റെ മനസ്സ് മനസ്സിലാക്കിയ ആളല്ലേ. ബിസ്ക്കറ്റ് തന്നില്ലായിരുന്നെങ്കിൽ വൈകുന്നേരം വരെ ഒഴിഞ്ഞ വയറുമേ നടക്കേണ്ടി വന്നേനെ, അവൾ പറഞ്ഞു. അവൾക്ക് പെട്ടെന്ന് തന്നെ ഇഷ്ടമായതിൻ്റെ കാരണം അതാണെന്ന് അവന് മനസ്സിലായി. പെണ്ണിന് പ്രേമം തോന്നാൻ 6 പാക്കിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് അവന് മനസ്സിലായി. എങ്കിലും അവൻ്റെ മനസ്സിലൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അവൾക്ക് പഠിപ്പില്ല, അതുകൊണ്ട് നല്ല ജോലിയൊന്നും കിട്ടാൻ സാധ്യതയുമില്ല. അച്ഛൻ്റെ കയ്യിൽ സമ്പാദ്യങ്ങളുമില്ല. സൗന്ദര്യം മാത്രമാണ് അവളുടെ സമ്പത്ത്. ഇപ്പം എന്താണ് ചിന്തിച്ചെന്ന് ഞാൻ പറയട്ടെ, അവൾ ചോദിച്ചു. അവൻ കൗതുകത്തോടെ അവളെ നോക്കി. എനിക്ക് പഠിപ്പില്ല, ജോലിയില്ല, അച്ഛൻ്റെ കയ്യിൽ ഒന്നുമില്ല. അങ്ങനെ ഒരു പെണ്ണിനെ പ്രേമിച്ചാൽ കുഴപ്പമാകുമെന്നല്ലേ ചിന്തിച്ചത്, അവൾ ചോദിച്ചു. അവൻ ചിരിച്ചതേ ഉള്ളൂ. ആണെന്നോ അല്ലെന്നോ പറഞ്ഞില്ല. എനിക്കറിയാം എൻ്റെ അവസ്ഥ, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് താഴേക്ക് ഓടിപ്പോയത്. ആരും അറിയാതെ നോക്കേണ്ടത് എൻ്റെ ആവശ്യമല്ലേ, അവൾ പറഞ്ഞു. അവൾ ആഗ്രഹിക്കുന്നത് നല്ലൊരു സൗഹൃദമാണെന്ന് അവന് മനസ്സിലായി. പിരിയുമ്പോൾ അവൾ പറഞ്ഞു. ഞാനൊരു ശല്യമാകുമെന്ന് പേടിക്കണ്ട, എൻ്റെ മനസ്സിൽ അത്യാഗ്രഹമൊന്നുമില്ല. അവൻ തിരിച്ചു വന്നപ്പോൾ പഴയ ചങ്ങാതി മുറി ഒഴിഞ്ഞു പോയിരുന്നു. അയാൾ ഉപേക്ഷിച്ചിട്ട് പോയ എന്തൊക്കെയോ സാധനങ്ങൾ മുറിയിലുണ്ട്. അത് തെരഞ്ഞപ്പോൾ അവനൊരു ഡയറി കിട്ടി. ചങ്ങാതിക്ക് ഡയറി എഴുതുന്ന ശീലമുണ്ടായിരുന്നെന്ന് അവന് മനസ്സിലായി. അവനത് തുറന്നു നോക്കി. എല്ലാം വിശദമായി എഴുതിയിട്ടുണ്ട്. ഇന്ന് ജ്യോതിയുമായി കൂടുതലെടുത്തു. അവൾ എഴുതിയിരിക്കുന്നത് വായിച്ചപ്പോൾ അവൻ പെട്ടെന്ന് താളുകൾ മറിച്ചു. പിന്നെ അവളെപ്പറ്റി കൂടുതലൊന്നും എഴുതിയിട്ടില്ല. താൻ അവളുടെ ആദ്യത്തെ ആളല്ലെന്ന് അവന് മനസ്സിലായി. രാത്രി അത്താഴം കഴിഞ്ഞ് മടങ്ങുമ്പോൾ അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. അവൾ പുഞ്ചിരിച്ചു. ഞാൻ വരും, അവൾ മന്ത്രിച്ചു. എല്ലാവരും ഉറങ്ങിയപ്പോൾ അവൾ വന്നു. ഇത്രയും പെട്ടെന്നൊരു കൂട്ടുകാരി കിട്ടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല, ഒന്നാകുമ്പോൾ അവൻ പറഞ്ഞു. അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കിടന്നു. സമയം കടന്നു പോയിക്കൊണ്ടിരുന്നു. അവൾ മടങ്ങിയപ്പോൾ അവൻ്റെ കണ്ണുകൾ ശാന്തമായിരുന്നു. അവൾക്ക് എന്തെങ്കിലും സമ്മാനം വാങ്ങണമെന്ന് അവൻ അപ്പോൾ തന്നെ തീരുമാനിച്ചിരുന്നു. അവനത് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു. അണിഞ്ഞൊരുങ്ങി നടന്നിട്ടുണ്ട്, പക്ഷെ പിന്നാലെ വന്നവർക്കൊക്കെ വേണ്ടത് എൻ്റെ ശരീരമായിരുന്നു, അവൾ പറഞ്ഞു. എങ്കിൽ നീ ഇഷ്ടമുള്ള എന്തെങ്കിലും വാങ്ങിച്ചോ? അവൻ കുറച്ച് പണം അവൾക്ക് കൊടുത്തു. അവൾ മടിയൊന്നും കൂടാതെ അത് വാങ്ങി. ദിവസങ്ങൾ ഓടിപ്പോയിക്കൊണ്ടിരുന്നു. അവൻ്റെ പകലുകൾ വിരസമായിരുന്നു, പക്ഷേ രാത്രികൾ സജീവമായിരുന്നു. ജ്യോതി അവൻ്റെ ഒരു ലഹരിയായി മാറുകയായിരുന്നു. ഒരു ദിവസം രാത്രി അവൾ ഇറങ്ങി വന്നപ്പോൾ ചേച്ചി ഗോവണിച്ചൂട്ടിൽ കാത്തു നിൽപ്പുണ്ടായിരുന്നു. എന്തോ വലിയ കള്ളത്തരം കണ്ടുപിടിച്ചതുപോലെ ചേച്ചി പറഞ്ഞു.
എനിക്ക് നിന്നെ നേരത്തെ തന്നെ സംശയം ഉണ്ടായിരുന്നു. അയാൾ നിന്നെ കല്യാണം കഴിക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ടോ? ചേച്ചി ചോദിച്ചു. എന്നെപ്പോലെ ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ പ്രേമിക്കാൻ അയാളെന്താ മണ്ടനാണോ? അവളുടെ ചോദ്യം കേട്ടപ്പോൾ ചേച്ചി അമ്പരന്ന് പോയി. എനിക്ക് കുറേ സ്വപ്നങ്ങളുണ്ട്, അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. അനിയത്തി പറഞ്ഞു കേട്ടപ്പോൾ ചേച്ചി ഞെട്ടിത്തരിച്ചു നിന്നു. രാവിലെ അവൻ ഭക്ഷണം കഴിക്കാൻ വന്നപ്പോൾ പതിവില്ലാതെ അവന് ഭക്ഷണം വിളമ്പിയത് ആരതിയായിരുന്നു, ജ്യോതിയുടെ ചേച്ചി. ജ്യോതി പാവമാണ്, അവൾക്ക് കുറേ സ്വപ്നങ്ങളുണ്ട്, നിങ്ങളത് മുതലെടുക്കരുത്. ആരും കേൾക്കാതെ അവൾ രമേശനോട് പറഞ്ഞു. അവൻ ഞെട്ടലോടെ മുഖമുയർത്തി അവളെ നോക്കി. അവന് മറുപടി പറയാൻ പേടിയായിരുന്നു. അവൾ ശബ്ദമുയർത്തിയാൽ എല്ലാവരും അറിയും. അവൻ മറുപടി ഒന്നും പറയാതെ കൈ കഴുകി തിരിച്ചു പോന്നു. ആരതി അവൻ്റെ പിന്നാലെ വന്നു. ഞാനവളെ നിർബന്ധിച്ചിട്ടില്ല, നല്ലൊരു കൂട്ടുകാരനെ വേണമെന്ന് അവളാണ് ആവശ്യപ്പെട്ടത്, അവൻ പറഞ്ഞു. അവളുമായുള്ള ബന്ധത്തിൽ നിന്ന് പിന്മാറണമെന്ന് ആരതി വീണ്ടും ആവശ്യപ്പെട്ടു. സ്വന്തം അനിയത്തിയോട് പറയുന്നതല്ല നല്ലത്, പരിഹാസച്ചിരിയോടെ അവൻ ചോദിച്ചു. പെട്ടെന്ന് ജ്യോതി അങ്ങോട്ട് വന്നു. ചേച്ചി എന്തിനാണ് എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നത്? ചേച്ചി അനിയത്തിയും തമ്മിൽ വഴക്കായി. എനിക്ക് പ്രായപൂർത്തിയായി, ആരെ സ്നേഹിക്കണം, ആരുടെ കൂടെ ജീവിക്കണമെന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം, ജ്യോതി പറഞ്ഞു. ആരതിയുടെ കണ്ണുകൾ നിറയുന്നത് രമേശൻ കാണുന്നുണ്ടായിരുന്നു. അനിയത്തിയുടെ വാക്കുകൾ അവളെ മുറിപ്പെടുത്തുന്നുണ്ടെന്ന് അവന് മനസ്സിലായി. നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കണ്ട. ജ്യോതി എനിക്കിഷ്ടമാണ്, പക്ഷേ അതും പറഞ്ഞവളുടെ പിന്നാലെ ചെന്നാൽ അവൾ ആട്ടി ഓടിക്കും. അവളുടെ മനസ്സിലിപ്പോൾ കുറേ സ്വപ്നങ്ങളുണ്ട്, കുറേ ലക്ഷ്യങ്ങളുണ്ട്, അവൻ പറഞ്ഞു. എനിക്കൊരു ഡാൻസ് സ്കൂൾ തുടങ്ങണം, ചേച്ചിക്ക് സഹായിക്കാൻ പറ്റുമോ? ജ്യോതി ചോദിച്ചു. ചേച്ചി തലകുണിച്ച് നിന്നു. അച്ഛൻ്റെ കയ്യിൽ ഒന്നുമില്ല, എൻ്റെ അക്കൗണ്ടിൽ ഇപ്പോൾ അതിനുവേണ്ട പണമുണ്ട്. അരങ്ങേറ്റം കഴിയുമ്പോൾ ഞാൻ ക്ലാസ് തുടങ്ങും. എന്നെ സഹായിച്ച ആളുടെ അടുപ്പം കാണിച്ചത് അത്ര വലിയ തെറ്റാണോ? ജ്യോതി ചോദിച്ചു. ചേച്ചിക്ക് മറുപടിയില്ലായിരുന്നു. ചേച്ചി പോയപ്പോൾ അവൾ പറഞ്ഞു. എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞത് ആത്മാർത്ഥമായിട്ടാണോ? അതെ, അവൻ പറഞ്ഞു. മുൻപോട് താമസിച്ചിരുന്ന ആളുടെ ഡയറി ഇവിടെ ഇരിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്, അത് നിങ്ങളും വായിച്ചിട്ടുണ്ടാവും, അവൾ പറഞ്ഞു. അദ്ദേഹവും നിങ്ങളെപ്പോലെ നല്ല മനുഷ്യനായിരുന്നു, പറ്റാവുന്ന പോലെയൊക്കെ എന്നെ സഹായിച്ചിട്ടുണ്ട്, അവൾ പറഞ്ഞു. അവൾ പറഞ്ഞതിൻ്റെ അർത്ഥം അവന് മനസ്സിലായി. ഇപ്പോൾ എൻ്റെ ഉള്ളിൽ കൊതി കൊണ്ട് നിങ്ങളതൊക്കെ മറക്കും. ഒരിക്കൽ കൊതി തീരുമ്പോൾ പഴയതൊക്കെ നിങ്ങൾക്ക് ഓർമ്മ വരും, പിന്നെ വഴക്കാകും. അതൊക്കെ വേണോ? അവൾ ചോദിച്ചു. അവന് മറുപടിയില്ലായിരുന്നു. നമ്മളെന്നും സുഹൃത്തുക്കളായിരിക്കുന്നതാണ് നമ്മൾ രണ്ടുപേർക്കും നല്ലത്, അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവൾ പറഞ്ഞു. അപ്പോഴും അവൻ എന്ത് പറയണമെന്നറിയില്ലായിരുന്നു. അവൻ്റെ ആവേശം അടങ്ങിയപ്പോൾ അവൾ പറഞ്ഞു. ചേച്ചി ഒരു പാവമാണ്, സ്ത്രീധനം കൊടുക്കാനില്ലാത്തതുകൊണ്ടാണ് ചേച്ചിയുടെ കല്യാണം നടക്കാത്തത്. കുറച്ച് പണം ഞാൻ ചേച്ചിക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്, അവൾ പറഞ്ഞു. ഞാൻ എന്നെ ന്യായീകരിക്കുകയല്ല, പക്ഷേ മാർഗമല്ല ലക്ഷ്യമാണ് പ്രധാനമെന്ന് മഹാന്മാർ വരെ പറഞ്ഞിട്ടില്ലേ? കള്ളച്ചിരിയോടെ അവൾ ചോദിച്ചു. എൻ്റെ സുഹൃത്തുക്കളായി വന്ന രണ്ടുപേരും നല്ലവരാണ്, അതാണ് എൻ്റെ ഭാഗ്യം. അത് പറഞ്ഞപ്പോൾ അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. അവൻ സ്നേഹത്തോടെ അവളെ നോക്കി. ജീവിതകാലം മുഴുവൻ ഞാൻ നിന്റെ നല്ല സുഹൃത്തായിരിക്കും, അവൻ പറഞ്ഞു. അവളുടെ കണ്ണുകൾ തിളങ്ങി.